നിസ്കരിക്കും. ഒരാൾക്ക് ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട്, എന്നാൽ അത്ര സമയം നിസ്കരിക്കാൻ ആഗ്രഹവുമുണ്ട്. അയാൾ അടുത്ത് തക്ബീർ കെട്ടിനാണ് നോക്കുക, പോണത്തോളം പോട്ടെയാണ്. കുറേ ആണ്ട് ഓതി ക്ഷീണം വന്നപ്പോൾ കുഴിക്കാണ്ട് പോയി അത്തഹിയ്യാത്തിലിട്ട് സലാം വീട്ടി. റക്അത്തിന് എണ്ണം അയാൾ പരിഗണിച്ചില്ല. ചിലപ്പോൾ 3 ചിലപ്പോൾ 5 ചിലപ്പോൾ 9 ചിലപ്പോൾ 15 ചിലപ്പോൾ 35 എത്ര നോക്കിയില്ല. എങ്കിൽ അതിന് വിരോധമില്ല എന്നേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തറാവീഹ് നിസ്കരിച്ചത് ഒരു റക്അത്താണ്, ഒരു ദിവസം എന്നല്ല. അപ്പം അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ റക്അത്തിന് എണ്ണം പരിഗണിക്കേണ്ടതില്ല എന്നേ പണ്ഡിതന്മാർ പറഞ്ഞുള്ളൂ. വാസ്തവത്തിൽ ഈ വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് മറ്റു പല വിഷയങ്ങളിലും വിവാദമുണ്ടാക്കിയിരുന്ന ഇതേ വിഭാഗം നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ സംഘടിതമായി പ്രവർത്തിച്ചതിൻ്റെ ശേഷവും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് മദ്രസയിലെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്തും അവരുടെ പ്രത്യേക മദ്രസകളിൽ പഠിപ്പിക്കാനായി അവരെഴുതിയിരുന്ന അമലിയാത്തിൽ തറാവീഹ് എന്ന നമസ്കാരം റമദാനിൽ മാത്രം സുന്നത്തായ ഒരു നമസ്കാരമാകുന്നു, ഇത് ഇശാ നമസ്കാരത്തിന്റെ ശേഷം മുതൽ പ്രഭാതം വരേക്കുള്ള സമയത്ത് നിർവഹിക്കേണ്ടതാകുന്നു, അത് 20 റക്അത്താകുന്നു എന്നു തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ MCCകൾ എഴുതിയിരുന്ന ആ പുസ്തകമാണ് അവരുടെ മദ്രസയിലെ പാഠപുസ്തകം പഠിപ്പിച്ചിരുന്നത്. ആദ്യകാലത്ത് ഇത് പഠിപ്പിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. പല പ്രസിദ്ധ വാഴന്റെ സദസ്സുകളിലും ആളുകളൊക്കെ ഉദ്ധരിക്കുന്നതാണിത്. അത്തരം ഒരു പാഠത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിലപാടിൽ നിന്നും മാറി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ വിവാദം ഉറുകുമ്പോൾ ലക്ഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുമ്പോൾ കുറേ നിലപാടിൽ മാറം വരേണ്ടി വരുമല്ലോ. സ്വന്തം പറയുന്നവർക്കുള്ള കേസാത്. അവനവന്റെ വക സ്വന്തം കണ്ടെത്തിക്കൊണ്ട് പറയാൻ മെനക്കെട്ടവരൊക്കെ സ്വന്തമായി പറയുന്നതിൻ്റെ അപ്പുറം കേൾക്കുമ്പോൾ മാറ്റേണ്ടി വരും, അഭിപ്രായങ്ങൾ പലതും മാറ്റേണ്ടി വരും. നേരെ മറിച്ച് രേഖപ്പെട്ടതും സ്ഥിരപ്പെട്ടതും മാത്രം അവലംബിച്ചു പറയുകയാണെങ്കിലോ നമ്മൾ അങ്ങനെ മാറൂല. എന്താ മാറാത്തത്? ഷാഫി മദ്ഹബ് അവലംബിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഷാഫി മദ്ഹബിൽ രേഖപ്പെട്ടിട്ടുള്ള ഒരു ശരിയായ നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് തന്നെ അവലംബിച്ച് നിൽക്കുമ്പോൾ നമ്മൾ മാറേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ മദ്ഹബില്ലാതെ സ്വന്തം പറയുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിങ്ങനെ ആടി വരേണ്ടി വരും, മാറ്റേണ്ടി വരും. അങ്ങനെ മാറി മാറി വന്നപ്പോ ഈ നമസ്കാരത്തെ തന്നെ വിത്റാക്കുന്ന ഒരു രീതി. അപ്പൊ വിത്റ് എന്ന് പറഞ്ഞ സുന്നത്ത് നിസ്കാരത്തെ നിഷേധിക്കലും വരുന്നുണ്ടോന്നാവോ? വിത്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നിസ്കാരം, ആ നമസ്കാരം തന്നെയാണ് റമദാനിലെ നിർവഹണം കൊണ്ട് അത് തറാവീഹായി മാറുന്നത്. ഖിയാമുൽ ലൈലും അത് തന്നെ, തഹജ്ജുദും അതുതന്നെ, എല്ലാം ഒന്നു തന്നെ. നിർവഹണത്തിന്റെ ആകൃതി കൊണ്ടും രീതി കൊണ്ടും പേരുമാറുന്നുവെന്നേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്ന ഈ ആളുകൾ വാസ്തവത്തിൽ തറാവീഹ് എന്ന ആ നമസ്കാരം നിജമായി സുന്നത്തായ ഖിയാമു റമദാനാകുന്നു എന്ന ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള പരമാർത്ഥത്തെ നിഷേധിക്കുകയാണ്. അപ്പൊ വിശ്വാസത്തെറ്റ് വരും, കർമ്മത്തെറ്റ് മാത്രമല്ല. ഇതുകൊണ്ടാണ് ഇത് നീർക്കുന്നതിന്റെ വിഷയം.